7 വർഷത്തിന് ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ അടൽ പെൻഷൻ യോജന എന്ന പെൻഷൻ പ്ലാനിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു. തീർച്ചയായും ചേരുന്ന സമയത്ത് ഇതിന് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയായിരിക്കുമല്ലോ ഞാൻ ചേർന്നിട്ടുണ്ടാവുക. മാത്രമല്ല, അടൽ പെൻഷൻ യോജനയിൽ ചേർന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇതിനു മുൻപ് അടൽ പെൻഷൻ യോജനയെപ്പറ്റി ഞാൻ ചെയ്ത വീഡിയോ ഒരുപക്ഷെ കാരണവുമായിട്ടുണ്ടാകാം. അതുകൊണ്ട് തന്നെ ഞാൻ എക്സിറ്റ് ചെയ്ത വിവരം നിങ്ങളെ തീർച്ചയായും അറിയിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഞാൻ അടൽ പെൻഷൻ യോജനയിൽ നിന്ന് എക്സിറ്റ് ചെയ്തു? അടൽ പെൻഷൻ യോജനയിൽ ചേർന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളും എക്സിറ്റ് ചെയ്യേണ്ടതുണ്ടോ? അങ്ങനെ എക്സിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ലഭിക്കും? എങ്ങനെ എക്സിറ്റ് ചെയ്യാം? തുടർന്ന് വാർദ്ധക്യത്തിൽ പെൻഷൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ തുക എവിടെ നിക്ഷേപിക്കാം? തുടങ്ങി എല്ലാ കാര്യങ്ങളും ഈ വീഡിയോയിൽ നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുകയാണ്. ഹായ് ഫ്രണ്ട്സ്, ഞാൻ രാജേഷ്. ലീഡ് ഇൻ ദോസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. APYയിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്യാൻ പ്രധാനമായും 2 കാരണങ്ങളാണുള്ളത്. കഴിഞ്ഞ 7 വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അടൽ പെൻഷൻ യോജന 7.7% CAGR റിട്ടേൺ മാത്രമാണ് നൽകിയിട്ടുള്ളത്. അതായത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത 65,000 രൂപ 89,000 രൂപയായാണ് ഉയർന്നത്. ഇതിലും കൂടുതൽ റിട്ടേൺ നമുക്ക് മറ്റു ഇൻവെസ്റ്റ്മെൻറ്റ് രീതികളിൽ നിന്ന് കുറച്ച് അറിവും ക്ഷമയും സമയവും ഉണ്ടെങ്കിൽ തീർച്ചയായും ഉണ്ടാക്കാവുന്നതാണ്. ഏറ്റവും സിമ്പിളായി ഈ തുക നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിലാണ് ഞാൻ നിക്ഷേപിച്ചതെങ്കിൽ 11.8% CAGR റിട്ടേണോടുകൂടി ഇന്ന് ആ തുക 1.1 ലക്ഷമായി മാറിയിട്ടുണ്ടാകും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇനിയുള്ള 20 വർഷവും അടൽ പെൻഷൻ യോജന 8% റിട്ടേൺ തരികയാണെങ്കിൽ നമ്മുടെ തുക 8 ലക്ഷം രൂപയായി മാറിയിട്ടുണ്ടാവുമെങ്കിലും നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ട് ഇതേ രീതിയിൽ റിട്ടേൺ തരികയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 16 ലക്ഷം രൂപയെങ്കിലും ആയിട്ടുണ്ടാകും. അന്നീ തുകയ്ക്ക് മിനിമം 7% റിട്ടേൺ ലഭിക്കുകയാണെങ്കിൽ 5,000ൻ്റെ സ്ഥാനത്ത് 10,000 രൂപയെങ്കിലും നമുക്ക് പെൻഷൻ തുകയായി മന്ത്ലി ലഭിക്കും. രണ്ടാമത്തെ കാര്യം, 7 വർഷം മുൻപ് ഈ 5,000 രൂപ എന്ന് പറയുന്നത് സാമാന്യം ഭേദപ്പെട്ട ഒരു തുകയായി എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്നാൽ അന്ന് 3,000 രൂപയ്ക്ക് ചെയ്തിരുന്ന കാര്യങ്ങൾ ഇന്ന് ചെയ്യണമെങ്കിൽ 5,000 രൂപയെങ്കിലും വേണം എന്നുള്ളൊരു വസ്തുത റിയൽ ലൈഫിൽ എനിക്ക് ബോധ്യപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. അപ്പോൾ ഇത്തരത്തിൽ ഇനിയൊരു 20 വർഷം കൂടി മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് ലഭിക്കുന്ന 5,000 രൂപ അന്നത്തെ 1000-ഓ 1,500-ൻ്റെയോ വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതെല്ലാം അടൽ പെൻഷൻ യോജനയെപ്പറ്റി പറഞ്ഞ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ സത്യം പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഇപ്പോഴാണ് ഈ കാര്യം എനിക്ക് നന്നായി ഫീൽ ചെയ്യുന്നത്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ 5,000 രൂപയുടെ വാല്യൂ 7 വർഷം കൊണ്ട് കുറഞ്ഞു തുടങ്ങിയത് എനിക്ക് തന്നെ ഫീൽ ചെയ്തു എന്നുള്ളതാണ്. ഈ കാലയളവിൽ പെട്രോളിൻ്റെയും ലാൻഡിൻ്റെയും ഗോൾഡിൻ്റെയും വില വർധനവ് നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഈസിയായി ഈ കാര്യം ബോധ്യപ്പെടും. ഒരു കാര്യം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാലെങ്കിലും ഉടൻ സ്റ്റോപ്പ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് അടൽ പെൻഷൻ യോജനയിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ റിട്ടേൺ ഏറ്റവും സിമ്പിളായി നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിലൂടെ ലഭിക്കും. കുറച്ചുകൂടി അനലൈസ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ നിന്നോ സ്റ്റോക്കിൽ SIP ചെയ്തോ ഇതിനേക്കാൾ റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. കാരണം ഈ ഒരു കാലയളവിൽ, അതായത് ഈ ഒരു കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ കൊറോണ പോലെയുള്ള പല നെഗറ്റീവ് ന്യൂസുകളും കാരണം മാർക്കറ്റ് ഒരുപാട് താഴെ പോകുന്നതും അതുപോലെ തിരിച്ചു വരുന്നതും നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള 20 വർഷങ്ങളിൽ നമുക്ക് മികച്ച റിട്ടേൺ തീർച്ചയായും പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തുകൊണ്ട് അടൽ പെൻഷൻ യോജനയിൽ നിന്ന് ഞാൻ എക്സിറ്റ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇനി നിങ്ങൾ എക്സിറ്റ് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഇൻഡെക്സ് ഫണ്ടിലോ മ്യൂച്വൽ ഫണ്ടിലൂടെയോ സ്റ്റോക്കിൽ SIP ചെയ്തോ മികച്ച റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായും എക്സിറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇനി എക്സിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര രൂപ ലഭിക്കും? നിങ്ങൾ അടച്ച തുകയും അതിൻ്റെ റിട്ടേണും അടക്കം ഇപ്പോൾ ആ തുക എത്രയാണോ അത്രയും തുക നിങ്ങൾക്ക് ലഭിക്കും. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, അടൽ പെൻഷൻ യോജന തുടങ്ങുന്ന സമയത്ത് ഗവൺമെൻറ് 1000 രൂപയോ ഒരു മാസത്തെ അടവോ ഏതാണോ ചെറുത് ആ തുക 5 വർഷം നിങ്ങൾക്ക് തിരികെ തന്നിരുന്നു. ആ തുകയും അതിൻ്റെ റിട്ടേണും നമുക്ക് ലഭിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ചേരുന്ന സമയത്ത് 689 രൂപയായിരുന്നു ഞാൻ മാസം അടച്ചിരുന്നത്. ഞാൻ അടച്ച തുക 64,766 രൂപയായിരുന്നു. റിട്ടേൺ അടക്കം ആ തുക 89,000 ആയിരുന്നു. എന്നാൽ എനിക്ക് 1000 രൂപ വെച്ച് 5 വർഷം, അതായത് 5,000 രൂപ ഗവൺമെൻറ് തിരികെ തന്നിരുന്നു. ഈ 5,000-വും അതിൻ്റെ റിട്ടേൺ 1,500 രൂപയും അടക്കം 6,500 രൂപ മൈനസ് ചെയ്ത് 82,543 രൂപയാണ് എനിക്ക് തിരികെ ലഭിച്ചത്. ഇനി അടൽ പെൻഷൻ യോജനയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ എക്സിറ്റ് ചെയ്യാം? ഇത് വളരെ സിമ്പിളാണ്. നിങ്ങളുടെ ബാങ്ക് ഏതാണോ ആ ബാങ്കിൽ ഒരു റിക്വസ്റ്റ് നൽകുക. 15 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഈ തുക നിങ്ങളുടെ അടൽ പെൻഷൻ യോജനയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകുന്നതാണ്. കൂടുതൽ സഹായങ്ങൾക്ക് അടൽ പെൻഷൻ യോജനയുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. അടൽ പെൻഷൻ യോജനയിൽ നിങ്ങൾ എത്ര രൂപ അടച്ചിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് പ്ലേ സ്റ്റോറിൽ നിന്ന് അടൽ പെൻഷൻ യോജനയുടെ ആപ്പിലൂടെ അറിയാവുന്നതാണ്.
ടോൾ ഫ്രീ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ 2000 മുതൽ 2023 വരെയുള്ള നിഫ്റ്റി 50യുടെ പെർഫോമൻസ് ചാർട്ടാണ് ഈ നൽകിയിരിക്കുന്നത്. അതുപ്രകാരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള തുക ഇൻവെസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ ആ തുക എത്ര ആയിട്ടുണ്ടാകും എന്നുള്ള എക്സൽ ഷീറ്റും നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രമാത്രമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോയെ പറ്റി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യുക. വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഞാൻ രാജേഷ്.